ഇനി പ്ലാന്റ് ലേഔട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന്. നേച്ചർ ഓഫ് ദ പ്രോഡക്ട്സ് ഉണ്ട്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, പ്ലാന്റ് ലൊക്കേഷൻ്റെ നേച്ചർ ഉണ്ട്, ഏത് തരം ഇൻഡസ്ട്രി പ്രോസസ്സാണ്, ഓഫ് പ്രൊഡക്ഷൻ ആണ്, മെഷീൻ്റെ നേച്ചർ എങ്ങനെയാണ്, മെറ്റീരിയലിൻ്റെ നേച്ചർ എങ്ങനെയാണ്, എന്ത് തരം എക്യുപ്മെൻ്റ് ആണ്, മെഷീനാണ് ഉപയോഗിക്കുന്നത്, വർക്കേഴ്സ്, ബിൽഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജ്മെൻറ്റിൻ്റെ പോളിസി, ക്ലൈമറ്റ്, എക്സ്പാൻഷൻ്റെ ആവശ്യകത, മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ് ഒരു പ്ലാന്റ് ലേഔട്ട് എങ്ങനെയാണ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വളരെ ഹെവി പ്രോഡക്റ്റുകളാണെങ്കിൽ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേഷനറി ലേഔട്ടാണ് നല്ലത്. ലൈറ്റ് പ്രോഡക്ട്സ് ആണെങ്കിൽ ലൈൻ ടൈപ്പ് ഓഫ് ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്ത് അവസാനിക്കുന്ന പോലെ ലൈൻ ലേഔട്ടുകളാണ് എപ്പോഴും നല്ലത് വരിക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഹൈറ്റ്, വെയിറ്റ്, സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ലേഔട്ടിനെ ഡിസൈഡ് ചെയ്യും. ഇനി വോളിയം ഓഫ് പ്രൊഡക്ഷനും സ്റ്റാൻഡർഡൈസേഷനും ഏത് ടൈപ്പ് ഓഫ് ലേഔട്ട് ആണെന്ന്. ഇപ്പോൾ ഒരുപാട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കമോഡിറ്റി ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റമറിന്റെ ഓർഡർ അനുസരിച്ചിട്ട് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് എങ്കിൽ അതിന് മറ്റൊരു തരം ലേഔട്ട്. അപ്പം അങ്ങനെ നമ്മൾക്ക് വോളിയം ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്, ലാർജ് ആണോ അതോ സ്റ്റാൻഡേർഡ് ഐറ്റം ആണോ, അങ്ങനെയാണെങ്കിൽ അതിനൊരു ലേഔട്ട് ഡിഫറെൻ്റ് ആണ്. നേരെ മറിച്ചിട്ട് അധികം ഒന്നും പ്രൊഡക്ഷൻ ഇല്ല, മറിച്ച് നമുക്ക് ആ കസ്റ്റമർ ഓർഡർ തരുന്ന അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു ലേഔട്ട് ഡിഫറെൻ്റ് ആണ്. ഇനി പ്ലാന്റ് ലൊക്കേഷൻ, ഏത് സൈറ്റിലാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ഏരിയ, കമ്മ്യൂണിറ്റി, സൈറ്റ് അങ്ങനെയാണല്ലോ ഒരു ലൊക്കേഷൻ തീരുമാനിക്കുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സൈറ്റ്, ലാൻഡിന്റെ സൈസ്, എന്ത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ്, ദെൻ എന്ത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, അപ്പൊ അങ്ങനെയൊക്കെ അനുസരിച്ചിട്ടാണ് ആ ഒരു പ്ലാന്റ് ലൊക്കേഷന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പ്ലാന്റ് ലേഔട്ടിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കറിയാം ഇൻഡസ്ട്രി പ്രോസസ്, ഇന്റർമിറ്റന്റ്, കണ്ടിന്യൂസ് അങ്ങനെയുള്ള പലതരം പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ കണ്ടിന്യൂസ് ടൈപ്പ് ആണ് നമ്മുടെ പ്രോസസ് എങ്കിൽ ലൈൻ ലേഔട്ട് ആയിരിക്കും നല്ലത്. അതല്ല ഇന്റർമിറ്റന്റ് ആണെങ്കിൽ ബാച്ച് പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് പ്രോഡക്റ്റ് ലേഔട്ടോ പ്രോസസ് ലേഔട്ടാവും നല്ലത്. ടൈപ്പ് ഓഫ് ലേഔട്ട് നമ്മൾ ഇനി പഠിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമ്മളുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ എന്ത് പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണോ ഇന്റർമിറ്റന്റ് പ്രോസസ് ആണോ, അതനുസരിച്ചിട്ട് പ്ലാന്റ് ലേഔട്ടിൽ വ്യത്യാസങ്ങൾ വരുത്തും. മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ ജോബ് ഓർഡർ പ്രൊഡക്ഷൻ ആണോ, ബാച്ച് പ്രൊഡക്ഷൻ ആണോ, മാസ് പ്രൊഡക്ഷൻ ആണോ, അത് ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുകയാണോ, ഒരു ബാച്ച് ആയിട്ടാണോ പ്രൊഡക്ഷൻ നടത്തുന്നത്, മാസ് പ്രൊഡക്ഷൻ ആണോ. അപ്പൊ ഈ പ്രോസസ്സും മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനും ലേഔട്ടും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇന്ന പ്രോസസ് ആണെങ്കിൽ ഇന്റർമിറ്റന്റ് ആണെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഇങ്ങനെ ആയിരിക്കും, അപ്പോ ലേഔട്ട് ഇങ്ങനെയായിരിക്കും. അതൊരു സിങ്കാണ്. അപ്പോൾ എന്ത് പ്രൊഡക്ഷൻ ടൈപ്പ് ആണ്, ഇന്റർമിറ്റന്റ് ആണോ കണ്ടിന്യൂസ് ആണോ. ഇനി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ജോബ് ഓർഡർ ആണോ, ബാച്ച് ആണോ, മാസ്, ഇതനുസരിച്ചിട്ട് നമ്മളുടെ ലേഔട്ടിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇനി മെഷീനിന്റെ നേച്ചർ, നമ്മൾ എന്ത് മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഇഫ് മെഷീൻസ് ഹെവി മെഷീനാണോ, നോയ്സി മെഷീനാണോ, അതുപോലെ അതല്ലേ. ഇനി അങ്ങനെയല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആക്സിഡന്റിന് ചാൻസ് ഉള്ള മെഷീനൊക്കെ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ സ്പേസുകൾ വേണം. അപ്പൊ ആ മെഷീനിന്റെ നേച്ചർ അനുസരിച്ചിട്ടും ഈ പറഞ്ഞ പോലെ ലേഔട്ട് മാറും. ഇനി മെറ്റീരിയൽസിന്റെ നേച്ചർ, അതിന്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ആൻഡ് കോമ്പിനേഷൻ ഓഫ് എങ്ങനെ അവർ സ്റ്റോർ ചെയ്യും, മെറ്റീരിയൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, സ്പേസ്, വോളിയം, വെയിറ്റ്, ലോഡ് കപ്പാസിറ്റി, സീലിംഗ് ഹൈറ്റ്, അങ്ങനെ ഒരുപാട് കൺസിഡറേഷൻസ് ആവശ്യമുള്ള മെറ്റീരിയൽ ആണെങ്കിൽ
അതെല്ലാം സാമാന്യം വലിയ പ്രശ്നമില്ലാതെ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ സോ അതൊരു കൺസിഡറേഷൻ ആണ്. ഇനി നമ്മളുടെ മെഷീൻ എക്യുപ്മെന്റിന്റെ ടൈപ്പ് സ്പെഷ്യൽ പർപ്പസ് മെഷീൻ ആണോ ജനറൽ പർപ്പസ് മെഷീൻ ആണോ? ഇപ്പൊ ഒരു ജനറൽ ലെയ്ത്ത് മെഷീൻ എന്ന് പറഞ്ഞാൽ ലെയ്ത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊണ്ടുവരാം. നേരെ മറിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ആ ഒരു പ്രോസസ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ചില മെറ്റീരിയൽസ് ആണെങ്കിൽ അത് മാത്രമേ പറ്റുള്ളൂ, നമുക്ക് അത് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ടൈപ്പ് ഓഫ് മെഷീൻ അല്ലെങ്കിൽ എക്യുപ്മെന്റ് എന്താണ്? പിന്നെ ഏറ്റവും വലുതാണ് വർക്കേഴ്സ്. അവർക്ക് സേഫ്റ്റി വേണം, അവർക്ക് കംഫർട്ട് വേണം, അവരുടെ വർക്കിന് ഒബ്സ്ട്രക്ഷൻസ് പാടില്ല, അവരുടെ വർക്കേഴ്സിന് ഹസാർഡ്സിന് എക്സ്പോസ് ചെയ്യരുത്. അങ്ങനെ ഹസാർഡ്സ് ഉണ്ടായാൽ അവർക്ക് എക്സിറ്റ് ചെയ്യാൻ എളുപ്പം പറ്റണം. അതിനുപരിയായിട്ട് റെസ്റ്റ് റൂംസും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസും വേണം. അവർക്ക് സുഖമായിട്ടൊരു പൊസിഷനിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. സഫീസിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ വർക്കേഴ്സിന് കംഫർട്ടബിൾ ആക്കി വെക്കുക എന്നുള്ളത് ലേഔട്ടിന്റെ കേസിൽ വലിയൊരു ഫാക്ടറാണ്. ഇനി ബിൽഡിങ്ങിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു, സിംഗിൾ സ്റ്റോറി ഉണ്ട്, മൾട്ടി സ്റ്റോറി ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട്. അപ്പൊ ഓപ്പൺ ഏരിയ എത്രയുണ്ട്, എത്ര സ്റ്റോറീസ് ഉണ്ട്, എലിവേറ്റേഴ്സ് ഉണ്ടോ, പാർക്കിംഗ് ഏരിയ ഉണ്ടോ, സ്റ്റോറിംഗ് പ്ലേസ് ഉണ്ടോ, അങ്ങനെയുള്ള ബിൽഡിങ്ങിൻ്റെതായിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളുടെ ലേഔട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മൾ ബിൽഡിങ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ടോ? ടെക്നിക്കലി കോംപ്ലക്സ് ഉള്ള മെഷീൻസും എക്യുപ്മെന്റിനുമായിട്ട് നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ലേഔട്ട് എക്സ്പേർട്ടുകൾക്ക് ഡ്രോ ചെയ്ത് അവരെ കൊണ്ട് ബിൽഡിംഗ് പണിയിക്കണോ? അങ്ങനെ ബിൽഡിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു വലിയ ഘടകമാണ്. മാനേജ്മെന്റിന്റെ പോളിസി. ഇപ്പൊ മാനേജ്മെന്റിന് ഉണ്ടാവും ചിലപ്പോൾ പ്ലാന്റിന്റെ സൈസിനെ കുറിച്ചിട്ടും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആൻഡ് കൈൻഡിനെ കുറിച്ചിട്ടും സ്കോപ്പ് ഫോർ എക്സ്പാൻഷനെ കുറിച്ചിട്ടും പ്ലാന്റ് ഏത് രീതി വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം, എത്ര സ്റ്റോക്കുകൾ വേണം, എംപ്ലോയിക്ക് എന്തെല്ലാം ഫെസിലിറ്റി കൊടുക്കണം, വോളിയം ഓഫ് പ്രൊഡക്ഷൻ, എക്സ്റ്റെന്റ് ഓഫ് ഓട്ടോമേഷൻ, അതുപോലെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, അങ്ങനെ ഒരുപാട് മാനേജ്മെന്റിൻ്റെത് മാത്രം തീരുമാനിക്കുന്ന പോളിസീസിന്റെ ബേസിൽ നമുക്ക് ലേഔട്ടിന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും, പ്ലാന്റ് ലേഔട്ടിന്. അതാണ് മാനേജ്മെന്റിന്റെ പോളിസി എന്ന് പറയുന്നത്. പിന്നെ ക്ലൈമറ്റ്, ടെമ്പറേച്ചർ, ഇലൂമിനേഷൻ, എയർ, അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ചില ഇതിനൊന്നും ടെമ്പറേച്ചർ വലിയൊരു ഘടകമായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ ടെമ്പറേച്ചർ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ടെമ്പറേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ ഒന്ന് വരുന്നതാണ് നീഡ് ഫോർ പ്ലാന്റ് എക്സ്പാൻഷൻ. പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് ആക്ച്വലി മാനേജ്മെന്റ് പോളിസിയുടെ ഭാഗമാണ്. പക്ഷെ അത് ലേഔട്ട്. മെയിൻ്റനൻസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എന്തെല്ലാം സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അല്ലേ. മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. മെയിൻ്റനൻസ് റിക്വയർമെന്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര കോംപ്ലക്സ് മെഷീനറി നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്താലും അതിനെ നമുക്ക് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കാൻ പറ്റണം. അതുപോലെ തന്നെ എക്യുപ്മെന്റിന് ഈസി ആക്സസ് ആൻഡ് അറ്റൻഷൻ നമുക്ക് സേഫ്റ്റി ആസ്പെക്റ്റിൽ പേ ചെയ്യേണ്ടി വരും. അൺനെസസറി ബ്ലോക്കിങ്ങുകൾ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പം അതുപോലെ ആ സാധനങ്ങൾ ഈവൻ ആൾക്കാരെ പോലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഒരു ലേഔട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു ലേഔട്ട് എന്ന് പറയുമ്പോൾ അതിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റിന്റെ നേച്ചർ തന്നെയാണ്. അത് കഴിഞ്ഞാൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി പ്രോസസ്സാണ്, ഇതാണ് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ നേച്ചർ, നമ്മുടെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇന്റർമിറ്റന്റ് ആണോ കണ്ടിന്യൂസ് ആണോ, ഇൻഡസ്ട്രി പ്രോസസ്സ്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ബാച്ച് ആണോ ജോബ് ഓർഡർ ആണോ മാസ്, അങ്ങനെയുള്ള മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ്. ഇനി അതിന് പുറമെയാണ് മെറ്റീരിയൽസിന്റെ നേച്ചർ എങ്ങനെയാണ്, മെഷീന്റെ നേച്ചർ എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് മെഷീൻ ആൻഡ് എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്, വർക്കേഴ്സിന്റെ എങ്ങനെയാണ്, ബിൽഡിങ്ങിന്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, മാനേജ്മെന്റിന്റെ പോളിസി എങ്ങനെയാണ്, ക്ലൈമറ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, പ്ലാന്റിന്റെ എക്സ്പാൻഷൻ, മെയിൻ്റനൻസ് റിക്വയർമെന്റ്. അപ്പൊ ഇതെല്ലാം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്.
പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ലേ ഔട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്ടറുകൾ, നമ്മൾ സൈറ്റ് ഡിസൈഡ്, നമ്മളൊരു ഫെസിലിറ്റി ലൊക്കേറ്റ് ചെയ്തപ്പോഴും പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്തപ്പോഴൊക്കെ നമ്മളൊരു കാര്യം ചെയ്തു. നമ്മൾ ആദ്യം നമ്മുടെ പ്രയോറിറ്റി, ഇതിൽ ഏതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് എന്നുള്ളത്, അത് തന്നെയാണ് ലേ ഔട്ടിന്റെ കാര്യത്തിൽ. വിച്ച് ഈസ് എ ഫാക്ടർ ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു അസ്, അത് ഡിസൈഡ് ചെയ്തിട്ട് അതിന്റെ